ഗുഡ് മോർണിംഗ്. നമുക്കൊരു അടിപൊളി ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാൻ പറയട്ടെ. നമ്മൾ ആദ്യമായിട്ട് കുറച്ച് പച്ചക്കറികൾ, പിന്നെ ക്യാരറ്റ്, ഇഞ്ചി, ചെറിയ ഉള്ളി, ബീൻസ്, സവാള, ഇത്രയും നമ്മൾ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് കൂടി ഇച്ചിരി ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത്രയും കൂടെ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളൊരു കുറച്ച് റവ, നമുക്ക് വേണ്ടുന്നതിനനുസരിച്ചുള്ള റവ എടുത്ത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് മാറ്റി വെക്കുക, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് 2 വറ്റൽമുളക്, പിന്നെ കടുക്, അതിനോടൊപ്പം തന്നെ നമുക്ക് ഉഴുന്നുകൂടി ചേർക്കാം. ഇത്തിരി ഉഴുന്നുകൂടി ചേർത്തിട്ട് നമ്മളത് പിന്നെ കടുക് വറുത്ത് റെഡിയാകുമ്പോൾ നമ്മളതിലേക്ക് ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് ഇട്ട് നന്നായി ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേന് നല്ല മൂക്കുന്ന പോലെ ആകും. അപ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് നമ്മളിപ്പം ഒരു 1.5 സ്പൂണൊക്കെ എടുക്കും, 1.5 കപ്പൊക്കെ നമ്മൾ ഇത് ഉപ്പുമാവ് എടുക്കുകയാണെങ്കിൽ നമുക്കതിലേക്കൊരു 1 കപ്പോ അത്രയൊക്കെ, ഏകദേശം അത്രയൊക്കെ വെള്ളം, ഞാനൊരു കണക്കിനാണ് വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അങ്ങ് മനസ്സിലാവും. ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇടണേ, ഇച്ചിരി ഉപ്പ് കൂടി. ഞാനിത് ആദ്യം തൊട്ട് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉപ്പ് കൂടി ഒഴിച്ചതിന് ശേഷം അത് തിളയ്ക്കുമ്പം നമ്മൾ നന്നായി തിളച്ച് വരുമ്പം നമ്മൾ അതിലേക്ക് ഈ റവ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്ത് അത് തീയാൻ കുറയ്ക്കണം. എന്നിട്ട് തീ കുറച്ച് നേരം ഇട്ടിട്ട് നമ്മൾ ഈ റവ ഒരുവിധം ഇങ്ങനെ അപ്പം തന്നെ വേവും, പെട്ടെന്ന് വേവും. വെന്ത് കഴിയുമ്പോൾ അതിനോടൊപ്പം ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, പക്ഷേ ലാസ്റ്റ് ഒഴിച്ച് തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് തേങ്ങ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ലാസ്റ്റ് കുറച്ച് പച്ചത്തേങ്ങ ഇടുമ്പോൾ. ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലേക്ക്, ഇത് ഇളക്കിയപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് ലാസ്റ്റ് നമുക്കൊരു ഇച്ചിരി നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും, കുറച്ച് നെയ്യ്. നമ്മൾ ആ തേങ്ങ ഇട്ടിട്ടൊന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെക്കണമുണ്ട്. കുറച്ച് നെയ്യ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഈ നെയ്യ് കൂടി അതിൽ ചേർക്കുമ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്കിവിടെ റെഡിയായി കിട്ടും. ഞാനിത് പ്ലേറ്റിലിട്ട് കാണിക്കാം. നല്ല മയമാണ് അതിന്. ഇതിൽ പച്ചമുളകൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. കണ്ടു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 2 പഴം കൂടി അടിച്ച് പോകാം. അപ്പോൾ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. താങ്ക് യു.